രാവിലെ തന്നെ വെയിറ്റൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കുന്നില്ല. സോ കുറച്ച് പോപ്കോൺ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. ഇതന്ന് ലുലുവിൽ പോയ സമയത്ത് വാങ്ങി വെച്ചതായിരുന്നേ. അപ്പം ഇതുണ്ടാക്കാമെന്ന് വിചാരിച്ച്. ഹൈ ഇൻ ഫൈബർ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ഫൈബർ ഉണ്ടോയെന്നൊന്നും അറിയില്ല, എന്താ അവസ്ഥ അറിയില്ല. അപ്പം ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കി. ഒരു 3 പാക്സ് ആയിട്ടാണ് വരുന്നത്. ഇതിൻ്റെ ഉള്ളിൽ 3 പാക്ക് വരുന്നുണ്ട്. അപ്പം ഞാൻ ഒരു പാക്ക് എടുത്ത് ഒരു പാക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കാണുമ്പോൾ കുറച്ച് വലുതാണെങ്കിലും ഉള്ളിൽ മാത്രമൊന്നുമില്ല, കുറച്ചേ ഉള്ളൂ. അപ്പം ഞാനത് ഓപ്പൺ ചെയ്ത് പ്ലേറ്റിലേക്ക് ഇട്ട് നോക്കി. പ്ലേറ്റിലേക്കിട്ട് ഞാൻ ഓവനിൽ ജസ്റ്റ് ഒന്ന് ഫസ്റ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ട് ഇങ്ങനെ അത് ബട്ടർ ഇങ്ങനെ എനിക്ക് തോന്നുന്നു മെൽറ്റായാൽ ശരിയാവുമായിരിക്കും. അപ്പം ഓവനിൽ ഉണ്ടാക്കി നോക്കാൻ വിചാരിച്ചിട്ടാണ് പ്ലേറ്റിലാക്കി ഞാൻ വെച്ച് നോക്കി. ടൈമൊക്കെ സെറ്റ് ചെയ്തിട്ട് ഉണ്ടാവുമെന്ന് അറിയില്ല. ഒരു 5 മിനിറ്റ്സ് ഞാൻ വെയിറ്റ് ചെയ്ത് നോക്കി. പക്ഷേ തുറന്നപ്പോഴും ശരിക്കും പറഞ്ഞാൽ ആയിട്ടില്ല. ഇത് ഞാൻ എന്നിട്ട് വേറെ പാത്രത്തിൽ ഉണ്ടാക്കിയതാട്ടോ. പിന്നെ പോപ്കോണൊക്കെ വേഗം കഴിച്ചു. പിന്നെ ഇന്ന് വേറെ കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം പുറത്ത് പോകാണ്ട്. ഇന്ന് റൂമിലത്തെ എല്ലാവരും കൂടി കുക്ക് ചെയ്യാം. റൂമിലത്തെ എല്ലാവരും അല്ല, 2 ആൾക്കാരും കൂടി കുക്ക് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം അത് സാധനം വാങ്ങിക്കാൻ പോകാണ്ട് ലുലുവിൽ. ചിക്കൻ കറിയും നെയ്ച്ചോറുമാണ് വിചാരിക്കുന്നത്. പിന്നെ ഫുള്ള് കോലം കെട്ടി കിടക്കുകയാണ്. ഒരു സാധനം തിരഞ്ഞതാണ്, അപ്പോൾ ആകെ വലിച്ചിട്ട് കുറേ പണിയായി. അപ്പോൾ ഒക്കെ മടക്കി ക്ലീനൊക്കെ ചെയ്ത് വെച്ച് ഒക്കെ എടുത്ത് വെച്ച് വാഷ് ചെയ്യാനുള്ളതൊക്കെ മാറ്റിയിട്ട് കണ്ടോ ഫുള്ളും ക്ലീനാക്കി. പിന്നെ ചെറിയൊരു സ്കിൻ കെയറൊക്കെ ചെയ്യാൻ വിചാരിച്ച് വൈറ്റമിൻ ഇൻ്റെ ക്യാപ്സ്യൂളും പിന്നെ അലോവേറ ജെല്ലും വെച്ചിട്ട് ചെറിയൊരു സ്കിൻ കെയറൊക്കെ ചെയ്ത് സ്ഥിതിക്ക് ചെറിയൊരു ഷോക്ക് ആവാം. അങ്ങനെ സ്കിൻ കെയറൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഇരുന്നപ്പം ഒരാപ്പിൾ എടുത്ത് കഴിച്ചു. പോപ്കോൺ മാത്രമല്ലേ കഴിച്ചുള്ളൂ രാവിലെ. അപ്പം ഒരാപ്പിൾ എടുത്ത് കഴിച്ചു. അങ്ങനെ കുറച്ച് പാട്ടൊക്കെ കേട്ട് ആപ്പിൾ ഇങ്ങനെ ഇരുന്ന് കഴിച്ചു. അപ്പം സാധനം വാങ്ങിക്കാൻ പോകാണ്ട്. എല്ലാം വാങ്ങിക്കണം, 2 ആളും കൂടി കുക്ക്. പിന്നെ ഒന്ന് കുളിക്കാതെ വിചാരിച്ച് അങ്ങനെ കുളിച്ച് വന്നു. അപ്പം നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഇനി നമ്മൾ ലുലു പോയി സാധനമൊക്കെ വാങ്ങി വരാൻ വിചാരിച്ചു. റൂംമേറ്റും ഉണ്ട് കേട്ടോ കൂടെ. അവൾക്കും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടെന്ന് പറഞ്ഞു. അപ്പം അവളെയും കൂട്ടിയിട്ടാണ് പോകുന്നത്. അങ്ങനെ അവൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഫസ്റ്റ് തന്നെ റെഡിയായി കഴിഞ്ഞപ്പോൾ പിന്നെ മിററിൻ്റെ മുമ്പിൽ നിന്ന് കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് പിന്നെ പോവാൻ നിൽക്കുകയാണ്. അവളെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവൾ വന്നു. ഞങ്ങൾ 2 ആളും കൂടി ഇറങ്ങി. പിന്നെ അവൾക്ക് താഴെ 2 പൂച്ചയൊക്കെ ഉണ്ട് കേട്ടോ. അവളെ കണ്ട ഓടി വരും. അവൾ ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവളെ കണ്ട ഓടി വരുന്ന 2 പൂച്ചകളുണ്ട്. ഒന്നിനെ ഇവിടെ കാണുന്നുള്ളൂ, ഒന്നും കൂടി ഉണ്ട് ശരിക്കും പറഞ്ഞാൽ. പിന്നെ ഞങ്ങൾ നടന്നങ്ങനെ പോയി. ലുലു അടുത്ത് തന്നെ കേട്ടോ, നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. കുറച്ചേ ഉള്ളൂ. അവൾ നേഴ്സാണ്, ഇവിടെ ഒരു ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ ഒരു പേഴ്സ് വാങ്ങാണ്ടായിരുന്നു. ഒരു ചെറിയ എൻ്റെ കോയിൻസൊക്കെ വെക്കാനും കാർഡൊക്കെ വെക്കാൻ. അങ്ങനെ പേഴ്സ് വാങ്ങാൻ പോയതാണ്. പോയിട്ട് പേഴ്സൊന്നും അല്ല നോക്കുന്നത്, ഡ്രസ്സൊക്കെയാണ് നോക്കുന്നത്. കുറച്ച് അവിടെ ഇങ്ങനെ നോക്കി നടന്നു. പിന്നെ നമുക്ക് ടൈമില്ല, എന്നാലും നോക്കി കണ്ടപ്പോൾ ഇങ്ങനെ നോക്കി അവിടെ ഉള്ളതൊക്കെ നോക്കി ഇങ്ങനെ നടന്നു. പിന്നെ മിറർ കണ്ടപ്പോൾ വീണ്ടും ഷോ. പിന്നെ ലുലുവിൽ പോകാൻ വിചാരിച്ച് ടൈമില്ല, വേറെ കുറേ പരിപാടി ഉണ്ടെന്ന്. അപ്പം ലുലു പോവാൻ ഞങ്ങൾ പിന്നെ ലുലു കയറി. സാധനങ്ങളൊക്കെ പെട്ടെന്ന് എടുത്ത്. ഈ ചിക്കൻ നമ്മൾ ഫസ്റ്റ് എടുത്തെങ്കിലും ഈ ചിക്കനല്ല നമ്മൾ വാങ്ങിയത്, വേറെ ചിക്കനാണ്. കട്ട് ചെയ്ത് വെച്ച ചിക്കൻ ഉണ്ടായിരുന്നു താഴെ, അപ്പോൾ അത് പിന്നെ എടുത്തു മാറ്റി. പിന്നെ ഓഫറൊന്നും ഇല്ലായിരുന്നു കേട്ടോ, ഫ്രൂട്ട്സിന് ഒന്നിനും ഓഫറൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ എടുത്തുള്ളൂ. പിന്നെ അവളെന്തൊക്കെയോ മിൽക്ക് ഒക്കെ ഓഫറുണ്ടോ എന്ന് എനിക്കറിയില്ല, അവൾ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനൊരു കേർഡ് എടുത്തു, പിന്നെ എഗ്ഗ് എടുത്തു. പിന്നെ വെജിറ്റബിൾസൊക്കെ താഴെയുള്ള, അപ്പോൾ വെജിറ്റബിൾസൊക്കെ എടുക്കാൻ പോയി. അങ്ങനെ വെജിറ്റബിൾസൊക്കെ എടുത്തു. പിന്നെ നമ്മൾ പാക്ക് ചെയ്ത് പോയിട്ട് ഇനി കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം. ഇൻ്റർവ്യൂ ഉണ്ടെന്നും, അപ്പോൾ ഒരു ഇൻ്റർവ്യൂവിന് പോകാണ്ട്. അപ്പോൾ പെട്ടെന്ന് പോയി ഒക്കെ ബില്ലാക്കി. പിന്നെ അവൾക്ക് വേറെ എന്തോ വാങ്ങിക്കാണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ സാധനങ്ങളൊക്കെ അവിടെ വെച്ച് വെയിറ്റ് ചെയ്യായിരുന്നു. അങ്ങനെ അവൾ വന്നു, ഞാൻ വേഗം പോയി കുക്ക് ചെയ്തു. ചിക്കൻ കറിയും നെയ്ച്ചോറും ആണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഫുള്ളും വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം കിച്ചണിൽ എല്ലാവരും വന്നപ്പം തിരക്കായി. പിന്നെ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി. അങ്ങനെ വേഗം കുക്കറിൽ തന്നെ കറിയും വെച്ചു. അതിൻ്റെ അടുത്ത് തന്നെ ഒരു പാത്രത്തിൽ റൈസ് ഉണ്ടാക്കി.
ഉണ്ടാക്കി പെട്ടെന്ന് തന്നെ ഞങ്ങൾ കഴിച്ചു. അപ്പോൾ വേഗം ഡ്രസ്സൊക്കെ മാറ്റി ഇൻ്റർവ്യൂവിന് ഇറങ്ങി. ടാക്സി കിട്ടി, ടാക്സി കയറി. ഷോക്ക് കാട്ടുന്നുണ്ടെങ്കിലും എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് ഗൈസ്. ടാക്സിയൊക്കെ പെട്ടെന്ന് കിട്ടി. പിന്നെ പോയ സമയത്താണെങ്കിൽ ബിൽഡിങ് മാറിപ്പോയി. ബിൽഡിംഗ് നമ്പർ 10 ആണ് അവർ പറഞ്ഞത്. ഞാൻ 11ലാണ് പോയത്. പിന്നെ ഞാൻ തിരിച്ചു പോയി. ഇവിടെയാണ് ശരിക്കും ഇൻ്റർവ്യൂ നടക്കുന്നത്. അങ്ങനെ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് ഇറങ്ങി. ഇപ്പോൾ കണ്ടോ ടെൻഷനില്ല. ഇൻ്റർവ്യൂ സീനൊന്നുമില്ലായിരുന്നു, സെറ്റായിരുന്നു. പിന്നെ ടാക്സി വിളിച്ചു, അങ്ങനെ പോയി. തിരിച്ചു പോവാണ്. തിരിച്ചു പോയിട്ട് ഇനി കുക്ക് ചെയ്യാനൊന്നുണ്ടോ, ഫുഡ് ഇങ്ങനെ ബാലൻസ് ഉണ്ടോയെന്ന് അറിയില്ല. ഫുഡില്ലെങ്കിൽ കുക്ക് ചെയ്യണം. തിരിച്ചു പോയപ്പോൾ ഫുഡില്ല. അങ്ങനെ ചെറിയൊരു സാൻഡ്വിച്ച് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഹുബൂസ് ഉണ്ടായിരുന്നു വാങ്ങി വെച്ചത്. അതും എഗ്ഗ് വെച്ചിട്ട് ഒരു ചെറിയ സിമ്പിളായിട്ട് ഒരു റോൾ ഉണ്ടാക്കി, ബുൾസ് ഉണ്ടാക്കി അതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് അത് റാപ്പ് ചെയ്ത് അത് കഴിച്ചു. കുറേ ദിവസമായി ഒരു മൂവി കണ്ട് പകുതിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഫുള്ളാക്കി. അങ്ങനെ സാൻഡ്വിച്ചൊക്കെ കഴിച്ചു.